തോമസ്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, കിംസ് ഹോസ്പിറ്റൽ, കൊച്ചി. ഹലോ മാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം തലകറക്കമാണ്. നമ്മൾ തലകറക്കം എന്നൊക്കെ ഒത്തിരി കേൾക്കാറുണ്ട്. ഇതെന്താണ് ഈ തലകറക്കം? തലകറക്കം എന്ന് വെച്ചാൽ ഒരു രോഗലക്ഷണമാണ്. ഇത് സാധാരണ രോഗി തലകറക്കം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് പ്രകാരത്തിൽ വരാം. ഒന്ന് നമ്മൾ ഗിഡിനെസ് എന്ന് പറയാറുണ്ട്, അത് നമ്മൾ തന്നെ കറങ്ങുന്നതായിട്ട് തോന്നുന്ന. ഒന്ന് വെർട്ടൈഗോ എന്ന് നമ്മൾ കേൾക്കും, അത് രോഗിക്ക് തോന്നും അവരുടെ പരിസരത്തിലുള്ള എല്ലാ വസ്തുക്കളും കറങ്ങുന്നതായിട്ട് അനുഭവിക്കപ്പെടാം. അതാ വെർട്ടിഗോ. ഇതിൽ പൈക്കി എന്തെങ്കിലും ആണെങ്കിൽ അത് തലകറക്കം എന്ന് വെച്ചാൽ രോഗി വരുന്നത്. ഓക്കെ മാം. അപ്പോൾ തലകറക്കത്തിന് കോസസ് ഉണ്ടോ മാം? തലകറക്കത്തിന് ഒത്തിരി കോസസ് ഉണ്ട്. തലകറക്കം എന്ന് വെച്ചാൽ ഒരു രോഗലക്ഷണം ആയതുകൊണ്ട് അത് വേരിയസ് ഡിസീസസ് കൊണ്ട് ഉണ്ടാകാം. സാധാരണ നമ്മൾ കാണുന്ന മുതിർന്നവരിൽ ചെവി ബാലൻസിൻ്റെ പ്രശ്നമായിട്ട് വരുന്നവരാ തലകറക്കമായിട്ട് വരുന്നത്. പക്ഷേ ഒരു മൈഗ്രെയിനിൻ്റെ ഭാഗമായിട്ടും തലകറക്കം വരാം. ചില അപകട ലക്ഷണങ്ങൾ നമ്മൾ കണ്ടാൽ ചിലപ്പോൾ അത് സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ടും തലകറക്കം വരാം. പിന്നെ തലച്ചോറിലുള്ള വേരിയസ് പ്രശ്നങ്ങൾ, തലച്ചോറിലെ ട്യൂമർ അല്ലെങ്കിൽ തലച്ചോറിൽ ഇൻഫെക്ഷൻ കഴിഞ്ഞ് വരുന്ന അസുഖങ്ങൾ, അതിലും ചിലപ്പം തലകറക്കം കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് മുതിർന്നവരിൽ മാത്രം കാണുന്നതാണോ, അത് കുട്ടികളിലും കാണാൻ സാധ്യതയുണ്ടോ? ഇത് ഏത് പ്രായക്കാരിലും കാണാം. സാധാരണ പക്ഷേ കുട്ടികളിൽ കാണുന്ന മൈഗ്രെയിനിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തലച്ചോറിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടാണ് കാണുന്നത്. മുതിർന്നവരിൽ കാണുന്ന ചെവി ബാലൻസിൻ്റെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ തലച്ചോറിൽ രക്തോട്ടം പ്രശ്നം വരുമ്പം അല്ലെങ്കിൽ തലച്ചോറിൽ ട്യൂമറൊക്കെ ഉണ്ടാകുമ്പം അങ്ങനെയായിട്ടാണ് കാണുന്നത്. അപ്പം കാരണങ്ങൾ വേറെ വേറെ ആയിരിക്കും, പക്ഷേ ഏത് പ്രായത്തിലും നമുക്ക് കാണാം. വരാം. ഞാൻ കണ്ടിട്ടാണ് കുട്ടികളിങ്ങനെ വെയിലത്ത് നിൽക്കുമ്പോൾ തലകറങ്ങി വീഴുക. അതൊരു സീരിയസ് കാര്യമാണോ? അത് ആ തലകറക്കം എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന സിൻകോപ്പ് എന്ന് പറയും അതിന്. അത് രോഗലക്ഷണമായതുകൊണ്ട് ആൾക്കാർ തലകറക്കം എന്ന് പറഞ്ഞാൽ വരുന്നത്. പക്ഷേ അത് അത്രയ്ക്കൊരു സീരിയസ് കാരണം അല്ല സാധാരണ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും അപകട സൂചനകൾ നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ നോക്കുന്ന എന്തെങ്കിലും സീരിയസ് ആണോ എന്ന്. ഓക്കെ മാം. ഈ ഫിറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ സീഷർ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, അപസ്മാരം. ഇതുമായിട്ട് ബന്ധമുണ്ടോ ഈ തലകറക്കത്തിന്? തലകറക്കം അപസ്മാരമായിട്ട് ചിലപ്പം വരാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പം കറങ്ങി വീഴുക, അത് മാത്രമായിട്ട് വരുന്ന കുട്ടികളുണ്ട്. ബോധം പോവുക. ചിലരിൽ ഇത് കറങ്ങി വീഴുമ്പോഴത്തേന് ഉടനെ എണീക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു കൺഫ്യൂഷൻ ഒന്നും കാണത്തില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ സാധാരണ പറയുന്നത് അത് പ്രശ്നമൊന്നുമില്ല, ഫിറ്റ്സ് ഒന്നും അല്ലായിരിക്കും. പക്ഷേ ചിലരിങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒത്തിരി നേരം ബോധം പോയിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേനാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഫിറ്റ്സിൻ്റെ ഒരു ലക്ഷണമാണോ എന്ന്. ഓക്കെ മാം. പിന്നെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷാഘാതം, സ്ട്രോക്ക്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തലകറക്കം യൂഷ്വലി കാണാറുണ്ട്. അതിപ്പം ഇതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? സാധാരണ ഈ തലകറക്കം വരുമ്പം രോഗി പേടിച്ചു പോകും. ഈ തലകറക്കത്തിൻ്റെ കൂടെ ഛർദിൽ വരുക, പിന്നെ പരവേശം വരും. അങ്ങനെ ആകുമ്പോഴത്തേന് ആൾക്കാർ തോന്നും ചിലപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമാണോ എന്ന്. ഇത് തലകറക്കം വരുമ്പോഴത്തേന് രോഗി ഡോക്ടറിൻ്റെ അവിടെ വരുമ്പം ഡോക്ടർ ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്നുവെച്ചാൽ തലകറക്കത്തിൻ്റെ കൂടെ ചിലപ്പം ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോവുക, അല്ലെങ്കിൽ തരിപ്പ് വരിക, ഒരു ഭാഗത്ത് മുഖത്ത് തരിപ്പ് വരിക, അല്ലെങ്കിൽ വിഴുങ്ങാൻ പ്രയാസം വരിക, സംസാരിക്കാൻ പ്രയാസം വരിക, ബോധം പോവുക. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനാണ് നമ്മൾ നോക്കുന്നത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ മാം, തലകറക്കത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിംറ്റംസ് നമ്മൾ പറയുമല്ലോ. തലകറക്കം അത് വേരിയസ് രീതിയിൽ വരാം. ഗിഡിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം കണ്ണിന് മുമ്പ് ഇരുട്ട് വരും, അത് കഴിഞ്ഞ് ചിലപ്പം വീഴാൻ സാധ്യതയുണ്ട്, ബോധം പോകാൻ സാധ്യതയുണ്ട്. വെർട്ടൈഗോ അതാ ശരിക്കുള്ള തലകറക്കം. അതിനകത്ത് നമുക്ക് നമ്മുടെ പരിസരം മൊത്തം കറങ്ങുന്നതായിട്ട് തോന്നും. അതിൻ്റെ കൂടെ ചിലർക്ക് ഛർദ്ദിക്കാൻ തോന്നും, ഛർദ്ദിക്കും, പരവേശം പോലെ തോന്നും. പിന്നെ ചെവിക്കകത്ത് മൂളിച്ച കേൾക്കാറുണ്ട്, ചെവി കേൾവിക്കുറവ് ആകാറുണ്ട്. ഇതൊക്കെ സംഭവിക്കാം. അപകട ലക്ഷണമായിട്ട് ചിലപ്പം വിഴുങ്ങാൻ പ്രയാസം, സംസാരിക്കാൻ പ്രയാസം ഒക്കെ വരാം. പക്ഷെ അത് അസാധാരണമാണ്. സാധാരണ തലകറക്കത്തിൽ നമ്മൾ കാണാറില്ല.
ഇങ്ങനെ കാണാറില്ല. അസാധാരണമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണാറുണ്ടോ? ടിപ്പിക്കൽ അല്ലാത്ത എന്തെങ്കിലും ലക്ഷണങ്ങൾ? ടിപ്പിക്കൽ അല്ലാത്ത ലക്ഷണങ്ങളായത് നമ്മൾ വിഴുങ്ങാൻ പ്രയാസം വരുന്നേ, സംസാരിക്കാൻ പ്രയാസം വരുന്നേ, മുഖത്ത് തരിപ്പ് വരുന്നേ, ഒരു സൈഡിൽ തരിപ്പ് വരുന്നേ, ബോധം പോകുന്നത്, ഫിറ്റ്സായിട്ട് മാറുന്നത്, ഇതൊക്കെ അസാധാരണമായിട്ടാണ് നമ്മൾ കാണുന്നത്. ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മെമ്മറി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നേരത്തേക്ക് എന്താ സംഭവിച്ചത് അതിന് മുന്നേ എന്നൊക്കെ ഓർക്കാൻ പ്രയാസമുണ്ട് എന്നുള്ളത്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ അതൊരു അപകട ലക്ഷണമാണോ? ഈ സാധാരണ തലകറക്കം അല്ലെങ്കിൽ വെർട്ടൈഗോ എന്ന് പറയുന്നത് അതിന് ബോധം പോകാറില്ല, മെമ്മറിയും അങ്ങനെ പോകാറില്ല ആ സമയത്ത്. പക്ഷേ കൂടുതൽ നേരം നിൽക്കുന്ന തലകറക്കം ചിലപ്പം ബോധം പോകാം. അപ്പോൾ ആ നേരത്ത് ചിലപ്പം ആളിന് ഓർമ്മയില്ലായിരിക്കും എന്താ സംഭവിച്ചതെന്ന്. പിന്നെ ചിലർക്ക് ഈ ഫിറ്റ്സിൻ്റെ ഇതായിട്ട് ലക്ഷണമായിട്ട് തലകറക്കം വരാം. എന്ന് വെച്ചാൽ നിൽക്കുന്ന നിപ്പി വീണ് പോവുക, അങ്ങനെയൊക്കെ ആയിട്ട് വരാം. അങ്ങനെ ആകുമ്പോഴത്തേന് ആ നേരത്തിന് മെമ്മറി കാണില്ല, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരത്തിനും മെമ്മറി കാണത്തില്ല. അപ്പോൾ അത് അപകട ലക്ഷണം തന്നെയാണ്. അതൊരു നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു ലക്ഷണമാണ്. ഓക്കെ മാം, പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്ഥിരം തലകറക്കം ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഹെറിഡിറ്ററി ആണോ, പേരൻസിൽ നിന്ന് കിട്ടുന്നതാണോ? സാധാരണ തലകറക്കം ഹെറിഡിറ്ററി ഒന്നുമല്ല. പക്ഷേ ഇപ്പോൾ ചെവി ബാലൻസിൻ്റെ പ്രശ്നമുണ്ട് ചില മുതിർന്നവർക്ക്. പക്ഷെ അത് ഏർലി ആയിട്ട് തുടങ്ങിയ എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ, ചെവി കേൾവി കുറവിൻ്റെ കൂടെ തുടങ്ങിയ, അത് ചില പ്രത്യേക രോഗങ്ങളിൽ നമുക്ക് കാണാം. ആ രോഗങ്ങൾ ചിലപ്പം ഹെറിഡിറ്ററി ആയിട്ടിങ്ങനെ വരാം. പിന്നെ മൈഗ്രെയിൻ സംബന്ധി എന്ന് വെച്ചാൽ തലവേദനയുടെ കൂടെ ചിലർക്ക് തലകറക്കം വരും. അങ്ങനെയാണെങ്കിലും അത് ഹെറിഡിറ്ററി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഒരു ചെവി ബാലൻസിൻ്റെ പ്രോബ്ലം പാരമ്പര്യമായിട്ട് നമ്മൾ കാണുന്നില്ല. മാം, ഈ തലകറക്കം വന്ന ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, ഇപ്പം MRI, CT എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്ടർ പരിശോധിക്കുന്നതാണ്. നമ്മൾ ഹിസ്റ്ററി കൊടുക്കുമ്പം നമ്മൾ ചോദിക്കും തലകറക്കം സാധാരണ രോഗി വരുന്ന തലകറക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, സാധാരണ രോഗി വരുമ്പോഴത്തേന് അങ്ങനെ ഒരു ലക്ഷണങ്ങൾ സാധാരണ കാണില്ല. അപ്പം ഡോക്ടർ ചോദിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് വന്നത്, എങ്ങനെയാണ് അത് തുടങ്ങിയത്, ഏത് കാരണം കൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ചിലർ പറയും എണ്ണിക്കുമ്പോഴാണ് അത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ തല ഒരു സൈഡിലോട്ട് മാറ്റുമ്പോഴാണ് അത് തുടങ്ങുന്നത്. അങ്ങനെ ആകുമ്പം കൂടുതൽ ചെവി ബാലൻസിൻ്റെ പ്രോബ്ലം ആകാം. പിന്നെ ചിലർ പറയും ഈ തലവേദന വരും തലകറക്കത്തിൻ്റെ ശേഷം. അങ്ങനെ ആകുമ്പോഴത്തേനത് മൈഗ്രെയിൻ ആണോ എന്നൊരു സംശയം വരും. പിന്നെ തലകറക്കത്തിൻ്റെ കൂടെ കണ്ണി മുമ്പ് ഇരുട്ട് വരുവാണെങ്കിൽ നമ്മൾ സിൻകോപ്പ് എന്ന് ഡയഗ്നോസിസാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് അത് ഫിറ്റ് ആകുന്നത് അത് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷനും പറഞ്ഞ്. എന്തെങ്കിലും പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയ എന്ന് വെച്ചാൽ രക്ത ഓട്ടം തലച്ചോറിൽ കുറഞ്ഞു എന്ന് തോന്നിയ, സ്ട്രോക്കോ അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ടോ എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ MRIയും CT സ്കാനും പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ സാധാരണ അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും നമുക്ക് തോന്നുക ഇത് പ്രശ്നമാകാം, അല്ലെങ്കിൽ ഇത് സാധാരണ ഒരു തലകറക്കം അല്ല, എന്തെങ്കിലും കൂടുതലായി തീരാൻ സാധ്യതയുണ്ട്, അപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനൊക്കെ പറയുന്നത്. മാം, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാൾ തലകറങ്ങി വീണു, അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അതെങ്ങനെയാണ് അറിയുന്നത്? ഹോസ്പിറ്റലിൽ കൊണ്ടുവരണോ തലകറക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതോ വീട്ടിൽ തന്നെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമോ?